പെബിൾസ് മലയാളം. ഹലോ കൂട്ടുകാരെ, ഞാൻ എന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാനാണ് ബേബി. നിങ്ങൾ എന്റെ കൂടെ കൂടുന്നു? ഇത് നിങ്ങൾക്ക് നല്ല രസമായിരിക്കും. ശരി, ഞാൻ എന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തട്ടെ. എന്റെ കുടുംബം. ഇതാണ് എന്റെ മുത്തശ്ശൻ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മൂത്ത അംഗം. ഇതാണ് എന്റെ മുത്തശ്ശി. മുത്തശ്ശിക്കും വയസ്സായി. ഇതാണ് എന്റെ അച്ഛൻ. അദ്ദേഹം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഇതാണ് എന്റെ അമ്മ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം പാകം ചെയ്തു തരുന്നതും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതും അമ്മയാണ്. ഇതാണ് എന്റെ സഹോദരൻ, എന്നേക്കാൾ മൂത്തയാളാണ്. ഇതെന്റെ സഹോദരി, എന്റെ മൂത്ത ചേച്ചിയാണ്. ഇതാണ് ഞാൻ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും ഇളയ അംഗം ഞാനാണ്. ഇതാണ് എന്റെ അമ്മാവൻ. അദ്ദേഹവും ഞങ്ങളോടൊത്ത് താമസിക്കുന്നു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഇതെന്റെ അമ്മായി, അമ്മാവന്റെ ഭാര്യ. അമ്മായി എന്റെ അമ്മയെ സഹായിക്കാറുണ്ട്. ഇവരാണ് എന്റെ കസിൻസ്. വൈകിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കളിക്കാറുണ്ട്. പെബിയുടെ വീട് സന്ദർശിക്കാം. ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ഇതൊരു കൂളറാണ്. ഇതൊരു ക്ലോക്ക് അല്ലെങ്കിൽ ഘടികാരമാണ്. ഇതൊരു ഫാനാണ്. ഇത് ട്യൂബ് ലൈറ്റ്. ഇത് കാലണ്ടർ ആണ്. ഇതാണ് വാതിൽ. ഇതാണ് ചവിട്ടി. ഇതാ മേശപ്പുറത്തൊരു ടെലിവിഷൻ. ഇതൊരു സെൻട്രൽ ടേബിൾ ആണ്. ചുമരിൽ കാണുന്ന ഈ ചിത്രത്തെ സീനറി എന്ന് വിളിക്കുന്നു. ഇതൊരു സോഫയാണ്. ഇത് ടെലിഫോൺ. ഇതാണ് ടെലിഫോണിന്റെ സ്റ്റാൻഡ്. ഇതാണ് എന്റെ ബെഡ്റൂം. ഇതാ ഒരു പോർട്രേറ്റ്. ഇതൊരു ജനാലയാണ്. ഇത് കർട്ടൻ. ഇതാണ് എയർ കണ്ടീഷണർ. ഇതാണ് എന്റെ കിടക്ക. ഇത് തലയിണകൾ. ഇത് ബെഡ്ഷീറ്റാണ്. ഇത് അലമാര. ഇവയെല്ലാം വലിപ്പുകളാണ്. ഇതൊരു ടേബിൾ ലാമ്പാണ്. ഇതൊരു കണ്ണാടിയാണ്. ഇതാ ഒരു തൊട്ടിൽ. ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂം. ഇതാണ് ഡൈനിങ് ടേബിൾ. ഇതാണ് കസേര. ഇത് പഴക്കൂട. ഇത് നാപ്കിനുകളാണ്. ഇതൊരു ടവലാണ്. ഇതാണ് വാഷ് ബേസിൻ. ഇതൊരു സോപ്പ് കട്ടയാണ്. ഇതാണ് ഫ്ലവർ വേസ്. ഇതാണ് വെനീഷ്യൻ ബ്ലൈൻഡ്സ്. ഇത് ഒരു പോസ്റ്ററാണ്. ഇതാ ഒരു കബോർഡ്. ഇതാണ് കുളിമുറിയും കക്കൂസും. ഇവിടെ ഒരു എക്സോസ്റ്റ് ഫാനും ഉണ്ട്. ഇതാണ് ഗീസർ. ഇതൊരു വാഷ് ബേസിൻ. ഇതൊരു കബോർഡ് അല്ലെങ്കിൽ അലമാരയാണ്. ഇതിൽ വാഷിംഗ് പൗഡർ, ലിക്വിഡ് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, ഷേവിംഗ് സെറ്റ്, റേസർ, ഷേവിംഗ് ക്രീം എന്നിവയുണ്ട്. ഇവിടെ ഒരു ടവലും വെച്ചിട്ടുണ്ട്. ഇതാണ് ഷവർ. ഇതാണ് ബാത്ത് ടബ്. ഇതൊരു ടബാണ്. ഇതൊരു മാറ്റ് അല്ലെങ്കിൽ പായയാണ്. ഇതൊരു കോപ്പയാണ്. ഇതൊരു ക്ലീനിംഗ് ബ്രഷാണ്. ഇത് ടിഷ്യൂ പേപ്പറിന്റെ വലിയൊരു ചുരുളാണ്. ഇത് ഒരു സോപ്പ് കട്ടയാണ്. ഇതൊരു ബക്കറ്റാണ്. ഇതാ ഇവിടെ ഒരു ടാപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂം. ഇവിടെ ഒരു ബൾബുണ്ട്. ഇതാണ് ഡ്രസ്സിംഗ് ടേബിൾ. ഇതാണ് ടാൽക്കം പൗഡറിന്റെ കണ്ടെയ്നർ. ഇതാണ് കോസ്മെറ്റിക് ബോക്സ്. ഇതൊരു മേശ. ഇത് സ്റ്റൂൾ. ഇതാ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പെബി ഇൻ ദ പാർക്ക്. പാർക്കിൽ പെബി. ആഹാ, എന്തൊരു പച്ചപ്പാണിവിടെ. ഇവിടെ നിറയെ മരങ്ങളുണ്ട്. പാർക്കിലുള്ള ചെടികളെല്ലാം ഭംഗിയായി വെട്ടി ഒതുക്കിയിട്ടുള്ളവയാണ്. നിലത്തുള്ള പുല്ലും പതിവായി വെട്ടി ഒതുക്കി വെക്കാറുണ്ട്. അതാ
അവിടെ ഒരു ഫൗണ്ടൻ ഉള്ളത് കണ്ടില്ലേ? കാണാൻ എന്ത് രസമാണല്ലേ? ഇതാ ഇവിടെ ഒരു സീസോ ഉണ്ടല്ലോ. 2 കുട്ടികൾ അതിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സീസോയിൽ കയറി കളിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്തു ചെയ്യും? നിങ്ങളുടെ ഊഴം വരുന്നതുവരെ കാത്തു നിൽക്കണേ. ഇതാ ഇവിടെ ഒരു ഊഞ്ഞാൽ. മണലിൽ കളിക്കാൻ നല്ല രസമാണ്. ഇതാ ഒരു മണൽ കൊട്ടാരം. 2 കുട്ടികൾ മണലിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മണലിൽ കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ശരിയായ ഉത്തരം, മണലിൽ കളിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ കൈകൾ രണ്ടും നല്ലവണ്ണം സോപ്പിട്ട് കഴുകണം. ഇതാ ഒരു സ്ലൈഡ്. കുട്ടികൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. സ്ലൈഡിൽ ഉരസിയിറങ്ങാൻ നല്ല രസമാണ്. ഇതാ ഒരു തോട്ടക്കാരൻ. പാർക്കിലെ ചെടികളെ എല്ലാം നോക്കി വളർത്തുന്നത് ഇദ്ദേഹമാണ്. ചെടികൾക്ക് ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കും. ഈ ഭംഗിയുള്ള പൂക്കൾ കണ്ടില്ലേ? അതും പല പല നിറത്തിലുള്ളവ. ചിലത് ചുവപ്പ്, നീല, മഞ്ഞ, ഓറഞ്ച്, വെള്ള, പിങ്ക്. മറ്റെന്താണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്? പൂക്കളെ ചുറ്റിപ്പറക്കുന്ന ചിത്രശലഭങ്ങൾ. ചില വണ്ടുകളെയും നിങ്ങൾക്ക് കാണാനാകും. ഒരു പട്ടുപുഴു ഇല ചവച്ചരച്ച് തിന്നുന്നത് കണ്ടില്ലേ? അതാ അവിടെ നിലത്തൊരു പൂന്തോട്ടപ്പല്ലി ചെടികൾക്കിടയിലിരിക്കുന്നു. അത് ഇവിടെയുള്ള പ്രാണികളെല്ലാം പിടിച്ചു തിന്നും. പുൽപ്പരപ്പിൽ ഒരു കുടുംബം സമയം ചെലവഴിക്കുന്നത് കണ്ടില്ലേ? അവർ ഉല്ലാസയാത്രയ്ക്ക് വന്നതാണ്. അവരെത്ര സന്തോഷത്തോടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടോ? ഇതാ ഈ കുളം കണ്ടില്ലേ? എനിക്കിത് എന്തിഷ്ടമാണെന്നറിയാമോ? കുട്ടികളെ, ഈ കുളത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചുവോ? എന്താണെന്ന് പറയാമോ? നോക്കൂ, അതാ 2 ബോട്ടുകൾ. ബോട്ടിൽ പോകാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ കുളത്തിലേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ. മീനുകളുണ്ട്, തവളകളുണ്ട്, ആമകളുമുണ്ട്. വെള്ളത്തിൽ ചില ചെടികൾ വളർന്നു നിൽക്കുന്നതും കാണാം. മീൻ വെള്ളത്തിൽ മാത്രമേ ജീവിക്കുകയുള്ളൂ. പക്ഷേ തവളയും ആമയും ഉഭയജീവികളായതുകൊണ്ട് കരയിലും വെള്ളത്തിലും ജീവിക്കാനാകും. തവള വെള്ളത്തിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയും വെള്ളത്തിൽ തന്നെയാണ് വളർത്തുന്നത്. ആമ കരയിലാണ് മുട്ടയിടുന്നത്. ഇവിടെ ചില താറാവുകൾ നീന്തിപ്പോകുന്നത് കണ്ടില്ലേ? വെള്ളത്തിൽ നീന്തിപ്പോകാൻ അവയെ സഹായിക്കുന്നത് അവയുടെ പങ്കായം പോലുള്ള പാദങ്ങളാണ്. ബോട്ട് തുഴയുവാനും പങ്കായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വരൂ കുട്ടികളെ, നമുക്കിനി ബോട്ടിൽ സവാരി പോകാം. എന്തൊരു രസമാണല്ലേ? വരൂ കൂട്ടുകാരെ, ഈ പാർക്കിൽ നമുക്ക് വേറെ എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് ചുറ്റി നടന്നു നോക്കാം. പാർക്കിനകത്ത് നടന്നു പോകാനായി ധാരാളം പാതകളുണ്ടായിരിക്കും. ഇതാ ഇവിടെ ഒരു കുപ്പത്തൊട്ടി. കുപ്പയും മറ്റും ഇടാൻ വേണ്ടിയാണിത്. പേപ്പറും പ്ലാസ്റ്റിക്കും കുപ്പയും ഒന്നും വാരി വിതറാതെ ഈ തൊട്ടിയിൽ തന്നെ ഇടണം. കൂട്ടുകാരെ, ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കണം. നമ്മൾ പാർക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കാണുന്ന പൂക്കൾ പറിക്കരുത്. കുപ്പയും മറ്റും കുപ്പത്തൊട്ടിയിൽ മാത്രമേ ഇടാവൂ. കളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം നിങ്ങളുടെ ഊഴം വരുന്നതുവരെ കാത്തിരിക്കണം. അവിടെ വെച്ച് വഴക്ക് കൂടുകയും അരുത്. മറ്റുള്ളവരെ ശല്യം ചെയ്യാനേ പാടില്ല. പുല്ലിലൂടെ നടക്കരുത്. പെബിൾസ് മലയാളം